ഞങ്ങൾ കടക്കുന്നു. അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സ് 2025 മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ ഓഫ് ദ ഇയർ ആണ്. ഏറ്റവും മികച്ച ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ കഴിഞ്ഞ വർഷത്തെ ആരായിരുന്നു നമ്മൾ നോക്കാൻ പോകുന്നു. ടെലിവിഷനിൽ ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇതിന് നോമിനേഷൻസ് ഒന്നും തന്നെ ഇല്ല. യുനാനിമസ്ലി എല്ലാവരും കൂടെ വോട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ആ താരത്തെയാണ് ഇനി നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സ് 2025 ദ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ ഓഫ് ദ ഇയർ അവാർഡ്. എനി ഐഡിയ ആർക്കാണ് നമ്മൾ വോട്ടിങ്ങിൽ കൂടുതൽ വന്നത്? എനി ഐഡിയ, എനി ഗസ്? ഔട്ട്സ്റ്റാൻഡിംഗ് ടെലിവിഷനിൽ തീപാറുന്ന പെർഫോമൻസ് കാഴ്ചവെച്ച നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട ബിഗ് ബോസിന്റെ വിജയി കൂടിയായ അനുമോൾ. അനുമോളാണ് ഞങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ ഓഫ് ദി ഇയർ. ബിഗ് ബോസിന്റെ അനുമോളാണ് ഞങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ ഓഫ് ദി ഇയർ. അവാർഡ് നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ ശിവപ്രസാദ് സാറിനെ, വൈഫായിട്ടുള്ള അനിത മാമിനെ ഒരുമിച്ച് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. മാനേജിംഗ് ഡയറക്ടേഴ്സ് ഫോർ യെല്ലോ ക്ലൗഡ് ആണ്. ഇരുവരെയും ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ ബിനു ശിവദാസ് സ്റ്റേറ്റ് ട്രഷറർ ഫോർ CEO, അദ്ദേഹത്തെ കൂടി ഈ വേദിയിലേക്ക് സാദരം ഇൻവൈറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ബിഗ് ബോസ് വിജയിയായ അനുമോളാണ് ഞങ്ങളുടെ ഇത്തവണത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ ഓഫ് ദ ഇയർ അവാർഡ് ഇവിടെ ഇതാ ഏറ്റുവാങ്ങുന്നത്. നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് ഞങ്ങളുടെ അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സിൽ അനുമോൾ ഇതാ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ ഓഫ് ദ ഇയർ അവാർഡ് ഞങ്ങൾ ഇവിടെ ഇതാ നൽകുകയാണ്. മെമന്റോ നൽകുന്നത് നരയനാണ്. സോ നരയൻ, പ്ലീസ് ഡു ദി ഓണർ. നല്ലൊരു കൈയടി നൽകാം. പത്രം സമ്മാനിക്കുന്നത് മാനേജിംഗ് ഡയറക്ടേഴ്സ് ഫോർ ദ യെല്ലോ ക്ലൗഡ് ശ്രീ ശിവപ്രസാദ് ആൻഡ് വൈഫ് അനിത മാം കൂടെ ചേർന്നിട്ടാണ് പ്രശംസാ പത്രം നൽകുന്നത്. ഇനി കേരള വിഷന്റെ പ്രശംസാ പത്രം സമ്മാനിക്കുന്നു യെല്ലോ ക്ലൗഡിന് വേണ്ടി ശിവപ്രസാദ് സർ ആൻഡ് അനിത മാം. കേരള വിഷന്റെ ഉപഹാരം സമർപ്പിക്കുന്നു ബിനു ശിവദാസ് സ്റ്റേറ്റ് ട്രഷറർ COA. അനു അങ്ങനെ ഇതാ ബിഗ് ബോസിന്റെ വിജയിയായിട്ട് വന്നെത്തി നിൽക്കുകയാണ്. അനുവിനുള്ള ഞങ്ങളുടെ ആദരം ഞങ്ങൾ ഇവിടെ അറിയിച്ചു കഴിഞ്ഞു. അനു ബിഗ് ബോസിന്റെ വിന്നറായി മാറിയിരിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ തിരയുന്ന പേരും അനുമോളുടെ ആണ്. സോ എന്ത് തോന്നുന്നു ബിഗ് ബോസിന്റെ വിന്നറായി അവാർഡ്സ് ഒക്കെ ഏറ്റുവാങ്ങി നിൽക്കുന്ന ഒരു മൊമെന്റിൽ? വാട്ട് യു ഫീൽ ഡാർലിംഗ്? ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു അവാർഡ് തന്ന കേരള വിഷനോടും ഒരുപാട് സന്തോഷവും നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഒത്തിരി സന്തോഷവും. കാരണം ബിഗ് ബോസ് എന്നൊരു ഷോ എന്ന് പറയുമ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നമ്മുടെ മഞ്ജുച്ചിക്ക് നന്നായിട്ട് അറിയാം. ഒരു പ്രഷർ കുക്കർ പോലെയാണ്. നല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. 100 ദിവസം അവിടെ പിടിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഉപരി സന്തോഷമുള്ളൊരു കാര്യമാണ്. ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് അതിൽ നിന്നും ഉണ്ടാകുന്നതാണ്. സോ ഹാപ്പി. പിന്നെ ഈ ഒരു വർഷം എന്ന് പറയുമ്പോൾ 2025 എനിക്ക് നല്ലൊരു വർഷമായിരുന്നു. കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പിന്നെ നമ്മുടെ ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിന്നറായി. അങ്ങനെ ഒരുപാട് നല്ല നിമിഷങ്ങൾ എനിക്ക് ഈ ഒരു വർഷം ഉണ്ടായിട്ടുണ്ട്. അടുത്ത വർഷവും ഇതുപോലെ നല്ലൊരു വർഷം ആവട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ എന്നെ എത്തിച്ച എൻ്റെ ഓഡിയൻസ് പ്രേക്ഷകരോട് ഒത്തിരി സന്തോഷവും പിന്നെ ഫാമിലി എല്ലാവരോടും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇങ്ങനൊരു അവാർഡ് നിന്ന ഞാൻ ഒരുപാട് ആരാധിക്കുന്ന നമ്മുടെ മുരളിച്ചേട്ടൻ നരേൻ ചേട്ടനോട് ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ്. താങ്ക് യു. സൂപ്പർ. 2026 നമ്മുടെ പഠിക്കൽ വന്ന് നിൽക്കുകയാണ്. സാധാരണ ഒരു ഇയർ തുടങ്ങുന്ന സമയത്ത് നമ്മളെല്ലാവരും റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്. ഈ കഴിഞ്ഞ വർഷം ചെയ്ത ഈ കാര്യം ഞാൻ അടുത്ത വർഷം ചെയ്യില്ല, അടുത്ത വർഷം ഞാൻ ഇത് ചെയ്ത് തുടങ്ങും. അങ്ങനെ അനുമോൾ എടുത്തൊരു റെസൊല്യൂഷൻ എന്താണ്? എല്ലാ പ്രാവശ്യം എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കുന്നതൊക്കെ പിന്നെ ഞാൻ പൊതുവെ ഞാൻ എടുക്കാറില്ല. ഞാൻ ഇങ്ങനെ ഞങ്ങൾ പോവാറാണ് പതിവ്. ഇല്ല. എന്നാൽ 2025 ചെയ്ത ഒരു കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് തോന്നിയ ഒരു കാര്യം, ഇനി ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യില്ല 2026 ചേച്ചി ഉദ്ദേശിച്ചത് കരച്ചിലാണോ?
ഏതപ്പാ? കരച്ചിലാണോ ചേച്ചി ഉദ്ദേശിച്ചത്? ഏയ്, അല്ല അല്ല, കരച്ചിൽ ഞാൻ നിർത്താൻ ഉദ്ദേശമില്ല. കരച്ചിൽ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫീലിങ്സ് ആണ്. അത് ഒരിക്കലും നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇനി ഒരിക്കലും നിർത്തില്ല, ഇനി ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല എന്ന് ആലോചിക്കണമെങ്കിലും ഇല്ല. ഞാനായിട്ട് നിൽക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ഒരുപാട് പിന്നെ ഞാൻ ആരെയും ഒരുപാട് വിശ്വസിക്കില്ല എന്ന് ഞാൻ പഠിച്ചു. അതെന്തോ ഒരു കുത്തി പറഞ്ഞതുപോലെ. എന്താ മോളെ അങ്ങനെ ഒരു പറഞ്ഞില്ല, നമ്മുടെ മനുഷ്യരല്ലേ, നമുക്കൊക്കെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുന്നല്ലേ. ഇപ്പൊ ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, നരേൻ ചേട്ടൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അനുഭവങ്ങൾ. അതെ അതെ അതെ, അത്രേ ഉള്ളൂ. ആരെയും ട്രസ്റ്റ് ചെയ്തെന്നുള്ളത്, ഒരുപാട് ട്രസ്റ്റ് ചെയ്തെന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നതും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ആരെങ്കിലും ഒരുപാട് വിശ്വസിച്ച് ഒരു കല്യാണത്തിലേക്ക് വല്ല നമുക്ക് പ്രതീക്ഷിക്കാമോ 26-ല്? ആഗ്രഹമുണ്ട്. അല്ല, ആഗ്രഹമുണ്ട്. കല്യാണം ഇപ്പം സ്റ്റിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നരയൻ അടുത്ത് നിപ്പുണ്ട്. ആഗ്രഹിക്കുന്ന പയ്യനിൽ കാണേണ്ട 2 ക്വാളിറ്റീസ് എന്താണ്? മെയിൻ ആയിട്ട് കാണേണ്ട 2 ക്വാളിറ്റീസ്. ട്രസ്റ്റ്, സ്നേഹം, ലോയൽറ്റി, അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ രൂപത്തിൽ നരയനെ പോലെ ഒരാളെയൊക്കെ മനസ്സിലുണ്ടോ? ഇപ്പൊ നരയൻ ചേട്ടനെ നമുക്ക് പുറമേലേ അറിയാൻ പറ്റുള്ളൂ, ഉള്ളിൽ എന്താണ് നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, ഡീസന്റ് ആണ്. സീരിയസ്ലി, ഞങ്ങളുടെയൊക്കെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് റോസ്മിനോട് ചോദിച്ചു, നമ്മളിപ്പോ പുറമെ എല്ലാരും കാണുമ്പോൾ ഓ സൂപ്പർ അടിപൊളി എന്ന് പറയും. പക്ഷെ നമ്മൾ അവരുമായിട്ട് ഇടപെട്ട് കുറച്ചുനാൾ സംസാരിച്ച് വരുമ്പോഴാണ് അവരുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെയാണ് എല്ലാവരും. ഇപ്പൊ ഞാനാണെങ്കിലും നരയൻ ചേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന പലരും എന്ന് പറയുമ്പോൾ പുറമെ കാണുമ്പോൾ ചിലപ്പം പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ ഉള്ളിലെ ക്യാരക്ടർ എന്താണെന്നുള്ളത് അത് അടുത്ത് വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം നല്ല ബാച്ചിലേഴ്സ് ഒക്കെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, നല്ല വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രപ്പോസൽസ് പരിഗണിക്കുന്ന ഒരാൾ കൂടിയാണ് ഇപ്പം അനു. പിന്നെ നരയൻ അനുവിനുള്ള ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഷീ ഗോട്ട് ആൻ അമേസിങ്, ലൈക്ക് എന്ത് പറഞ്ഞാൽ ആൾ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ളൊരു മനസ്സുണ്ട് അനുവിന്. കാരണം ടെലിവിഷനിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. എൻ്റെ കൽബിലെ പാട്ടുപാടി നരയനെ ഇംപ്രസ് ചെയ്യാൻ ഏതെങ്കിലും ഒരു 2 വരി. ഇല്ല, എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാട്ടൊന്നും പാടാറില്ല. ഒന്നത്തെ കാര്യത്തിൽ സൗണ്ട് അടഞ്ഞിരിക്കണം വേണ്ട. ചേട്ടൻ്റെ കൂടെ അടുത്ത് നിൽക്കാൻ പറ്റിയതന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. സന്തോഷം. സൂപ്പർ ഗുഡ്. അപ്പൊ എന്താണെങ്കിലും ഓൾ ദ ബെസ്റ്റ് വിഷസ് ടു ദ എൻറ്റയർ ടീം. താങ്ക് യു. അപ്പൊ ഇനിയും അടുത്തൊരു ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ പോവോ? ഉറപ്പായിട്ടും പോകും. എനിക്ക് ഇനി എക്സ്പീരിയൻസ് ചെയ്യണം. ഇനിയും വിടുന്നില്ല ഞങ്ങൾ. അങ്ങനെ വിന്നർ ആവുന്ന ജയം തോൽവി അല്ല കാര്യം, ഗിവ് യുവർ ബെസ്റ്റ് എന്നുള്ള കാര്യം. അപ്പം വിന്നർ ആവണമെന്ന് ആഗ്രഹിച്ച് പോയ ഒരാളല്ല. 100 ദിവസം പിടിച്ചു നിൽക്കുക വീട്ടിനകത്ത് എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ പ്രേക്ഷകർ എല്ലാവരും കൂടി എന്നെ സപ്പോർട്ട് ചെയ്തു. എൻ്റെ കൂടെ അവിടെ ഒരു ഫാമിലിയിൽ ഒരു മെമ്പറായിട്ട് കണ്ട്, ഒരു കുഞ്ഞ് മകൾ അല്ലെങ്കിൽ അനിയത്തി ചേച്ചി ആയിട്ട് കണ്ട് എന്നെ ഇവിടം വരെ എത്തിച്ചു. അതാണ് എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫ്രണ്ട് ഇരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഒരാളെ ബിഗ് ബോസിൽ കൊണ്ടുപോകാൻ അവസരം കിട്ടി, ആരെടുത്തോണ്ട് പോകും? ഫ്രണ്ട് ഇരിക്കുന്ന ആൾക്കാരിൽ നിന്നാണ് ഒരാളെ എടുത്തോണ്ട് ഓടണം. ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഞാൻ മഞ്ജു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി ഞാൻ ബിഗ് ബോസിൽ പൊക്കോട്ടെ എന്ന് ഞാൻ ഒരുപാട് പേര് ചോദിച്ചു. പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേര് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞാണ് എന്നെ വിട്ടത്. മഞ്ജു ചേച്ചി പറഞ്ഞു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, പക്ഷേ അനുമോൾക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പുറമെ കാണുമ്പോൾ പറയും ഈസി ആയിട്ട് തോന്നും. കാരണം 1 മണിക്കൂറാണ് നമ്മൾ പ്രേക്ഷകർ കാണുന്നത്. 24 ലൈവ് കാണുന്ന കുറച്ച് പേരെ കാണുള്ളൂ. പക്ഷേ ഈ ഒരു സീസണിൽ 24 ലൈവ് കണ്ട ഒത്തിരി പ്രേക്ഷകരുണ്ട്. അതിലൊരുപാട് സന്തോഷം. അപ്പോൾ ഈ ടൈമിൽ എന്താ മഞ്ജു ചേച്ചി കൊണ്ടുപോകും. നമ്മുടെ ചേച്ചിയാണ്, സോറി, ശ്രീലക്ഷ്മി ചേച്ചി പോകില്ല. ഇല്ല, ആരും അറിഞ്ഞുകൊണ്ട് പോവില്ല. പക്ഷെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ചെയ്യണം. നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. എവിടെ പോയാലും നമ്മൾ ജീവിക്കാൻ പഠിക്കുന്നൊരു കാര്യമാണ് ഈ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് നമ്മുടെ പാർവതി പോവേണ്ടതാണ്. താങ്ക് യു സോ മച്ച്. ബിഗ് ബോസിൽ പോയത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് കാണുന്നു. താങ്ക് യു സോ മച്ച് ഡിയർ. അപ്പോൾ എല്ലാവർക്കും വലിയൊരു ശിവപ്രസാദ് സാറിനും യെല്ലോ ക്ലൗഡിൻ്റെ ടീമിനും നന്ദി അറിയിക്കുകയാണ്. ഇനി നരയന് ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു ചെറിയ മൊമെൻറ്റോ, ഒരു സ്നേഹാദരം നൽകാനായിട്ട് ബാക്കിയുള്ള എല്ലാ ഡിഗ്നിറ്ററീസിനെയും അനുവിനെയും ഞാൻ വേദിയുടെ താഴേക്ക് ക്ഷണിക്കുന്നു. ആൻഡ് ഇപ്പോൾ പ്രവാസി വ്യവസായി കൂടിയായ സൂരജ് പനയിൽ അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നരയനെ പൊന്നാട ചാർത്തി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളിവിടെ ആദരം അറിയിക്കാനായിട്ട് പോവാണ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സൂരജ് പനയിൽ, അദ്ദേഹം ഒരു വ്യവസായി കൂടിയാണ്, വ്യവസായി മലയാളിയാണ്. അദ്ദേഹം ഒരു പൊന്നാട ചാർത്തി